السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن مقدام بن معدي الكربي رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول ما ملأ آدمي റവാഹു അത്റുമുദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീസ് കിതാബിൽ 2380 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതിലെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ് ഉള്ളത്. ഒരു ചാൻ വയറിൻ്റെ പ്രശ്നം അതൊരു മഹാപ്രശ്നം തന്നെയാണ്. രണ്ടു തരത്തിലുള്ള ആളുകൾ ആണ് ഭൂമിയിലുള്ളത്. ഒന്ന് തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ആളുകൾ, മറ്റൊന്ന് ജീവിക്കാൻ വേണ്ടി തിന്നുന്ന ആളുകൾ. അത് കേവലം ഒരു ഔപചാരികമായ തമാശയ്ക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ പറയാം, അൽ കാഫിറു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ മറച്ചു വെക്കുന്നവൻ, അതാണ് സാങ്കേതികമായിട്ട് കാഫിർ എന്ന് പറഞ്ഞാൽ. അവിശ്വാസി, നിസ്കരിക്കാത്തവൻ, അതിൻ്റെ വിശാലമായ ആശയങ്ങളാണ്. യഅ്കുലു ഫീ സബഅതി അംആഇ, അവൻ 7 വയറ് തിന്നും. വൽ മുഅ്മിനു യഅ്കുലു ഫീ മിഅൻ വാഹിദ്, ഒരു സത്യവിശ്വാസിയാകട്ടെ ഒറ്റ വയറാണ് തിന്നുക. ഒന്ന് തിന്ന് ദഹിച്ച് തീരുന്നതിന് മുമ്പ് വീണ്ടും ആഹാരം കഴിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് ഭൂമിയിൽ. വളരെ കുറച്ചാണ്. അതിൽ ഒന്ന് മനുഷ്യനാണ്. എന്നിട്ട് അത് കടന്ന് ജീർണിച്ച് അവിടെ കടന്ന് ദ്രവിച്ച് നാറിയതിന് ശേഷം നിസ്കരിക്കാൻ വരെ വന്നിട്ട് സൊഫിൻ്റെ അടിയിൽ ഒരു ഏമ്പക്കം വിടുന്നു. അതോടുകൂടി ബാക്കിയുള്ളവൻ്റെ ഗ്യാസ് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ വളരെ അപൂർവമാണ് ഭക്ഷണം. ഒരിക്കൽ സുർക്കയാണ് കറിയായിട്ട് കൊണ്ടുവന്ന് വെച്ചത്. അതിങ്ങനെ തൊട്ടുകൂടി സുർക്ക നല്ല കൂട്ടാന്ന് പറഞ്ഞു. നമ്പർ 1 കൂട്ടാനായതുകൊണ്ടോ കറി ആയതുകൊണ്ടല്ല, അത് കൊണ്ടുവന്ന് വെച്ച ആളെയും ആ കറിയെയും ഒക്കെ മോശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. അതിൽ ഒരല്പം കൂടി വിഭവം ഉണ്ടാകാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, ഉള്ളി വെട്ടിയിടും. ആ ഉള്ളി തിന്നിട്ട് പള്ളിയിൽ വരരുത് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇപ്പം എങ്ങനെ പുകവലിച്ചിട്ട് വരാൻ പറ്റൂല. നേരത്തെ പറഞ്ഞ പള്ളിയിൽ വന്നിട്ട് ഏമ്പക്കളം ഇല്ല. അപ്പോൾ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്ഖ് ഉണ്ടല്ലോ, റിസ്ഖ് വർസുഖ്നി എന്ന് നമ്മൾ പറയും, മഈശത്ത്, അത് നിഅമത്തുല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്താണ്. ബർക്കത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ബർക്കത്തുമാണ്, ചില്ലറയല്ല. നിഅമത്തുൻ അദീമ, വമ്പിച്ച ഒരു ഉപജീവനാണ്. അതുകൊണ്ട് വർസുഖ്നി, അല്ലാഹുവേ ഒരു നേരത്തെ ഭക്ഷണം വേണേത്ത് തേടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടപ്പാടുമില്ല, നാഴിയായിരിക്കും. പിന്നെ എന്തിനാ, എല്ലാവിധ ചേരുവകളോടുകൂടിയും അത് കഴിക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ. കറി വെച്ചാൽ ഉപ്പ് പാടില്ല, ചായ വെച്ചാൽ പഞ്ചസാര പാടില്ല, മുളക് പാടില്ല, മറ്റോ പാടില്ല. പിന്നെന്തിനാ, ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു മരുന്ന് പോലും ആഹാരം കഴിക്കുന്ന ആൾക്കാർ അത് വായിക്കൂടിയും മൂക്കുകൂടിയൊക്കെ ട്യൂബിട്ടിട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവനവന്റെ സ്വാധ്യമായ അവസ്ഥയിൽ കൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ മഹാഭാഗ്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്താണ്. മാത്രമല്ല, നിഅമത്തിന് 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 172-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, വഷ്കുറൂ നിഅമത്തുല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിന് നിങ്ങൾ ശുക്ർ ചെയ്യണം കേട്ടോ. സൂറത്ത് ഇബ്രാഹിം 14-ാമത്തെ സൂറത്തിലെ 7-ാമത്തെ ആയത്തിൽ കാണാൻ പറ്റും, ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഖദ് അഫ്ലഹൽ മുസ്ലിമൻ സലിമാൻ, മുസ്ലിമായ ഒരുത്തൻ വിജയിച്ചിരിക്കുന്നു. വറുസിഖ ഖഫാഫൻ, അവന് ഉപജീവനം മതിയായതാണ്. വഖന്നഅഹുല്ലാഹു, അല്ലാഹു നൽകിയതിൽ അവൻ തൃപ്തനാണ്. അങ്ങനെ ഒരു വിശ്വാസിയാണോ അവൻ വിജയിച്ചിട്ടുണ്ട്. അല്ലെങ്കിലോ ലം യുബാരിക് ലഹു ഫീഹി, അവന് കിട്ടിയതിലൊന്നും തൃപ്തി ഉണ്ടാകുകയില്ല. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഉ, അവൻ തിന്നുകൊണ്ടേയിരിക്കുന്നു, അവന്റെ വയറ് അറിയില്ല. കുറ്റിപ്പുട്ടിയുടെ അറിയില്ല, നമ്മൾ ചില്ല് വെക്കാതെ അതിലേക്ക് മാവ് വാരിയിട്ടാലോ. ഇതേപോലെ ചില ആൾക്കാർ വയറ് നിറഞ്ഞാലും കണ്ണ് നിറയില്ല, ഇങ്ങനെ 4 പുറം ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവനാന്റെ ഭക്ഷണത്തിലേക്ക് പാത്രത്തിലേക്ക് നിലയിലേക്ക് നോക്കാം, മിതമായത് തിന്നുക,
മതിയായത് തിന്നുക. ലോകം ഇന്ന് രോഗക്രമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ആരോഗ്യശാസ്ത്രവും വൈദ്യശാസ്ത്രവും ആത്മീയ ശാസ്ത്രവും ഒക്കെ പറയുന്നറിയോ, ഇതിന്റെ ഏറ്റവും മുഖ്യമായ പ്രശ്നം വയറാണ്. വയറ് ചുരുക്കിയാൽ ഹൃദയത്തിന് വെളിച്ചം കിട്ടും എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയായിട്ട് പറയാം, 1/3 മതിയായതാണ് നിനക്ക് നിവർന്നു നിൽക്കാൻ, അല്ലെങ്കിൽ മതിയായത് നിനക്ക് കഴിക്കാം, ബാക്കിയുള്ള 1/3 വെള്ളത്തിന് വേണ്ടി, ബാക്കിയുള്ള 1/3 വെള്ളത്തിന് അതുപോലെ തന്നെ ശ്വാസത്തിന് വേണ്ടി, ഇങ്ങനെ ആമാശയത്തിന്റെ മുഴുവൻ ഭാഗവും നിറക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ തുടക്കമാണ് ഞാൻ കേൾപ്പിച്ചത്. വയറിനേക്കാൾ മോശമായൊരു പാത്രം നിറയ്ക്കാൻ മനുഷ്യന് മറ്റൊന്നും ഇല്ല. മനുഷ്യന് നിറയ്ക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛമായ മോശമായ പാത്രമാണ് ആഹാരത്തിന് വേണ്ടി പടച്ചോൻ സംവിധാനിച്ച ഈ വയറ് എന്നുള്ളത്. അപ്പോൾ അത് സൂക്ഷിച്ചാൽ ബാക്കിയെല്ലാം സൂക്ഷിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ ചെറുതും വലുതും അറിഞ്ഞതും അറിയാത്തതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് ഈ ലോകത്ത് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ ഷാഫിയായ റബ്ബ് അവർക്കും നമുക്കും ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അവർക്കും നമുക്കും അള്ളാഹു എളുപ്പമാക്കി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.